നമസ്കാരം സോ. എപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മുനമ്പം വിഷയം. ഇപ്പോൾ തന്നെ മുനമ്പം വിഷയത്തിന്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെതും UDF-ൻ്റെതും അതിൽ LDF-ൻ്റെ പ്രതികരണങ്ങളും എല്ലാം. ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് മുനമ്പത്ത് നിന്ന് ആ പാവപ്പെട്ട സാധാരണക്കാരെ ഞങ്ങൾ ഇറക്കി വിടത്തില്ല, പക്ഷെ അതൊരു വഖഫ് ഭൂമിയാണെന്നൊക്കെ ഇപ്പം മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് UDF-ഉം കുറെ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇനി എന്തായിരിക്കും മുനമ്പത്തിന്റെ അടുത്ത തുടർച്ച, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി അടുത്ത നീക്കം? സാറിൻ്റെ ഒരു മുനമ്പം വിഷയത്തിനകത്ത് ഇപ്പൊ UDF-നകത്തും മുസ്ലിം ലീഗിനകത്തും തർക്കമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മുനമ്പം വിഷയം സുരേഷ് ഗോപി അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലിനകത്ത് UDF-ന്റെ രാഷ്ട്രീയ ദോഷം ചെയ്യുന്നത് കണ്ടുകൊണ്ടായിരിക്കും മുസ്ലിം ലീഗിനകത്ത് കൃത്യമായിട്ടൊരു നിലപാടെടുത്ത് മുനമ്പം നിവാസികളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കത്തില്ല മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങൾ മുസ്ലിം മത സംഘടനകളുമായിട്ട് സംസാരിച്ചു. അതിനകത്ത് മുനമ്പം നിവാസികൾ കൊഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്കായിരിക്കത്തില്ല മുസ്ലിം ലീഗിന്റെ തീരുമാനമെന്ന് പറഞ്ഞു. അത് ഗവൺമെന്റിനെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൽ അല്ലെങ്കിൽ വെളിയിൽ ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അല്ലെ, അഭിപ്രായം പറയേണ്ട ഒരു ഇടപെടലും ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് ഓരോ പാർട്ടിക്കകത്തും മുനമ്പം വിഷയത്തിനകത്ത് അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. കാരണം BJP കൃത്യമായിട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് പൊതുപ്രവർത്തനത്തിനകത്തു നിന്ന് ആർജിച്ചെടുക്കാൻ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയ പാർട്ടി അതിനകത്ത് ഇടപെടുന്നതിനകത്ത് സുരേഷ് ഗോപി ഇടപെട്ടതിന് ശേഷം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അപ്രസക്തമായിട്ടിരുന്ന അല്ലെങ്കിൽ ഈ ജനതയെ കേൾക്കാൻ ആരുമില്ലാത്ത മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുജനവും ഈ വിഷയം ഏറ്റെടുക്കുകയും ആ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇടപെടേണ്ടി വരുന്നു. മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് അപ്പം VD സതീശൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിന്റെ നേതാവായിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് അഭിപ്രായം പറയേണ്ടി വരുന്നു. VD സതീശന്റെ പാർട്ടിക്കകത്തെ ഏറ്റവും കൂടുതൽ അവർക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന തീരദേശ അല്ലെ ഈ മുനമ്പത്ത് ലാറ്റിൻ കത്തോലിക്സ് ആണ്. ലാറ്റിൻ കത്തോലിക്സ് UDF-നെയാണ് സഹായിക്കുന്നത്. കാരണം എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ ഒരു വിഷയത്തിനകത്ത് UDF ഇടപെടാതെ വരുന്നത് ചർച്ചയായി വന്നപ്പോൾ അതിനകത്ത് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് VD സതീശൻ മാറുകയും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി അത് VD സതീശൻ പറയേണ്ട മുനമ്പം വഖഫ് ഭൂമി തന്നെയാണെന്ന് പറയുകയും അതിനോട് ആവർത്തിച്ച് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ വഖഫ് ഭൂമി തന്നെയാണ്, അത് VD സതീശൻ അല്ല തീരുമാനിക്കുന്നത്, മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പം അത് വീണ്ടും തർക്കമാവുകയും അതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളുമൊക്കെ അതിനകത്ത് ചർച്ചയിൽ കൂടി പരിഹരിക്കാം. ഇപ്പം ആ തർക്കം പൊതുമധ്യത്തിൽ കൊണ്ട് ഇട്ടുകൊടുത്ത് അതിനകത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി BJP-ക്കോ അല്ലെങ്കിൽ RSS-നോ സാധ്യത ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞുള്ളൊരു സംസാരം വന്നു. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ അഭിപ്രായം പറയുന്നതിനകത്ത് VD സതീശൻ പെട്ടിരിക്കുകയാണ്. VD സതീശന് ഈ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിനെ മറിച്ച് പറയുന്നതിന് സാധ്യം അല്ല എന്തുകൊണ്ടിരിക്കെ, പക്ഷേ ക്രിസ്ത്യാനിയുടെ ഭാഗമല്ലാതിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ VD സതീശന് രാഷ്ട്രീയ ഭാവിക്കും അല്ലെ രാഷ്ട്രീയ മോഹത്തിനുമൊക്കെ വിഘ്നം വരുന്ന ഒരു അവസ്ഥയിലേക്ക് കയറും. അടുത്ത പ്രാവശ്യം 2026-ൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനകത്ത് മുൻകാലങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ലീഗും മുസ്ലിം വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളാണ്, ക്രിസ്ത്യൻ വോട്ടുകൾ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഈ മുനമ്പം വിഷയത്തിൽ കൃത്യമായ നിലപാടുമായിട്ടാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. ആ കാര്യത്തിൽ നമുക്ക് മുസ്ലിം ലീഗിന്റെ ഭാഗം നിന്നേ മനസ്സിലാവത്തുള്ളൂ. കാരണം മുസ്ലിം ലീഗിന്റെ നിലപാട് വഖഫ് ഭൂമിയാണ്. വഖഫ് ഭൂമി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ നിയമം ഏറ്റവും അവസാനം ഇവരുടെ VD സതീശന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഗവൺമെന്റ് പാസ്സാക്കിയ നിയമം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വഖഫ് നോട്ടീസ് കൊടുത്താൽ തന്നെയാണ്. അതിനകത്ത് പിന്നെ ആ നിയമം ഇരിക്കുന്നിടത്തോളം കാലം അതിനകത്ത് ആർക്കും ഇടപെടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ ട്രൈബ്യൂണൽ അതിനകത്ത് മറിച്ചൊരു കാര്യമാണ്. ട്രൈബ്യൂണൽ അതിന് മറിച്ച് കാര്യം പറയത്തില്ല. കാരണം അത് വഖഫ് ഭൂമി ആ നോട്ടീസ് കൊടുക്കണമെങ്കിൽ ആദ്യം അവരെല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓഫീസർ അതിന് സാധ്യതയുള്ളത് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് തെളിവുണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തു കഴിയുമ്പോഴത്തെ ട്രൈബ്യൂണലിനകത്തുനിന്ന് മാത്രമേ ഇവർക്ക് നീതി ലഭിക്കത്തുള്ളൂ. ആ സമയത്താണ് ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് മാറുന്നത്. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് വഖഫ് ഭൂമിയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന നിലപാട് മുസ്ലിം ലീഗിൽ ഉണ്ടാകുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം അവരാ നിലപാടാണല്ലോ പറയുന്നത്. കാരണം അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അവർ പറയുന്നത് വഖഫ് ഭൂമിയാ. ഈ വഖഫ് ഭൂമി അല്ല, അല്ലെങ്കിൽ വഖഫ് ഭൂമിക്ക് ആ വഖഫ് ഭൂമിക്ക് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനവർക്ക് ഒരുപക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഒരു കോമ്പൻസേഷൻ ആയിരിക്കും.
കാരണം അതിന് വേറെ വേറൊരു ഭൂമി അതിനകത്തും അവര് ആ വഖഫിന് വേണ്ടി മുസ്ലിം ലീഗിന് വേണ്ടി ആദ്യത്തെ നിലപാടെടുക്കുന്ന ആളായതുകൊണ്ട് അവരെന്ന് പറയുന്നതിന് കുറ്റം പറയാൻ പറ്റുന്നില്ല. അതിനകത്ത് നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം അവരുടെ രാഷ്ട്രീയ നിലപാട് തന്നെ അവർ മുറുകെ പിടിച്ചും ഉറക്കെ പറയുന്നതിന് വേണ്ടി തയ്യാറാവുന്ന ഒരു തൻ്റെ ഇടം അവർക്കുണ്ട്. വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ക്ലെയിം ചെയ്തത് അതിനകത്തുനിന്ന് അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ വെച്ച് കോംപ്രമൈസ് ചെയ്യാം, കോടതിയിൽ കോംപ്രമൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് ഇലക്ഷനിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിനെക്കാട്ടിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള മുസ്ലിം ലീഗിനെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പിണറായി സാഹ് പറയുന്നത് പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടാക്കിയ VS-ന്റെ കാലത്ത് ഉണ്ടാക്കിയ വഖഫ് ഭൂമി വന്ന് എനിക്ക് തോന്നുന്നു PFIയുടെ ഏതാണ്ട് ഒരു നേതാവാണ് കൊണ്ടുവന്ന് ഇത് വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ വഖഫ് ഭൂമി ഏതൊക്കെയാണെന്ന് ഉരുത്തിരിച്ചെടുക്കുന്നതിനകത്ത് 15ാമത്തെ ലിസ്റ്റ് വരുന്നതാ ഈ മുനമ്പത്തെ വിഷയം. അന്ന് ഇത് വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്തപ്പം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഏറ്റവും അടുത്ത ദിവസം തന്നെ അന്ന് PFIയുടെ നേതാവാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ പരിശോധിച്ചിട്ട് ഏതോ ഒരു കമ്മീഷന്റെ പേര് ഞാൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ആ കമ്മീഷൻ പറഞ്ഞത് വഖഫ് ഭൂമിയാന്ന് പറഞ്ഞു. അന്ന് വഖഫ് ഭൂമി ക്ലെയിമിൽ കിടക്കുവാണ്. അത് VS-ന്റെ ഭരണകാലത്താണ് വഖഫ് ഭൂമി വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് ഇത് വന്നത്. അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിലും പ്രത്യക്ഷപ്പെടുന്നത് പണ്ട് വഖഫ് ഭൂമി ആയിരുന്നു. വഖഫ് ഭൂമിയാണെന്ന് തെളിവ് കൊണ്ട് മതപണ്ഡിതന്മാർ വരുന്നുണ്ടെന്ന്. ഇതിനകത്ത് അതിന്റെ പ്രമാണം കൊണ്ട് ഇപ്പം മതപണ്ഡിതന്മാർ വരുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പം ആ രീതിയിലെ കാര്യങ്ങൾ പോകുമ്പോൾ വഖഫ് ഭൂമിയാണെന്ന് വരത്തില്ലേ? വഖഫ് ഭൂമിയാണെന്ന് വരുമ്പം അത് കോളേജുകാർ ഇപ്പൊ ഇന്ന് ഞാൻ ഒരു മതപണ്ഡിതൻ അതിന്റെ പ്രമാണം കൊണ്ട് അത് തെളിവ് കൊണ്ടും സംസാരിക്കുന്നുണ്ട്, വീഡിയോ സെഷൻ എടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് അവര് പറയുന്ന ന്യായത്തിൽ അവരുടെ വഖഫ് ഭൂമിയാണെങ്കിൽ അവരെന്താ വേണം? ആ നിയമം പാസ്സാക്കി കൊടുത്ത ആരാ? ആ നിയമത്തിനകത്ത് നിന്നാണല്ലോ അവർ കാര്യം പറയുന്നത്. ആ കാര്യം പറയാനുള്ള സാഹചര്യം ഉരുത്തിരിച്ചവരല്ലേ, ഉരുത്തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ നിയമം ആ കാര്യത്തിൽ നിന്ന് മാറണമെങ്കിൽ ആ നിയമം മാറ്റി കൊടുക്കണം. വഖഫ് ഭൂമി അതിനകത്ത് നമുക്ക് ഒരു ന്യായം ഇപ്പൊ പറയുമ്പോഴും നമ്മളിപ്പം ഇത്രയും കൊല്ലം അവിടെ താമസിച്ചു അല്ലെങ്കിൽ അവർ മേടിച്ചു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറെ ന്യായം ഉണ്ടല്ലോ. ഒരു വഖഫ് ഭൂമി കയ്യേറുന്നെന്ന് പറഞ്ഞത് ശരിയായ നടപടിയല്ലല്ലോ. അതിനൊരു നിയമം ഉണ്ടെങ്കിൽ അല്ല, അത് നമുക്ക് അതിനകത്ത് നമുക്ക് ന്യായം പറഞ്ഞു നോക്കി, ന്യായവും അന്യായവും പറയണം. വഖഫ് ഭൂമി ഇപ്പം ഒരാള് അല്ലെങ്കിൽ ദൈവത്തിന്റെ കെയർ ഓഫിൽ കൊടുക്കുന്ന ഒരു ഭൂമിയാണ്. ഈ ഭൂമി ഇന്നതിന് മാത്രമേ ഉപയോഗിക്കാവുന്നുള്ളൂ. ഇത് പലരും ഇപ്പം വെച്ച് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 2000 ഏക്കർ 4000 ഏക്കർ സ്ഥലമാണ് നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ ഓവൈസിയുടെ കയ്യിരിക്കുന്നത്, അവർ മാത്രമായിട്ട് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഈ വഖഫ് ഭൂമി എന്ന് പറയുന്ന സാധനം കൃത്യമായ ചില ആൾക്കാരുടെ കയ്യിൽ ദുരുപയോഗം ചെയ്യുന്നു, അതിന്റെ ഇത് ചെയ്യുന്നു, അത് ഒരു ന്യായം. അത് കണ്ടുപിടിച്ചിട്ട് അതിന് മാറ്റം വരുത്തണം. പക്ഷേ ഇത് ഇങ്ങനെ കൊടുത്തേക്കുന്ന ഭൂമി തെറ്റിദ്ധരിപ്പിച്ച് ഈ പാവം പിടിച്ചവരെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരിത് മേടിച്ചത് ശരിയല്ലാത്ത രീതിയിലാണെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞ് പോകണം. അതിന് വേറെ ഇത് വഖഫ് എന്ന് പറയുന്നതിനകത്ത് എന്തു ന്യായം? അത് വഖഫ് എന്ന് പറയുന്നതിനകത്ത് എന്തു ന്യായം? ഇത് വഖഫ് ആണെങ്കിൽ വഖഫ് ഭൂമി തന്നെയാണ്, അതിനകത്ത് ക്ലെയിം ഉണ്ടാക്കണം. അതിനകത്ത് ന്യായമായ രീതിയിലുള്ള അവരെ ഭൂമി പറ്റിച്ചാണെങ്കിൽ പറ്റിച്ചവരുടെ മാർഗം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ ഫറൂഖ് കോളേജാണ് പറ്റിച്ചെങ്കിൽ ഫറൂഖ് കോളേജിന് സമാനം പറയണം, അത് കണ്ടെത്തുന്നതിന് വേണ്ടി സാധ്യത ഉണ്ടാകണം. നാളെ കാലത്ത് ഞാൻ ഈ പറഞ്ഞത് പിണറായി വിജയൻ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ കമ്മീഷനെ വെക്കുമ്പോഴേ നാളെ കാലത്ത് ഇത് വഖഫിന്റെ ആണെന്ന് കണ്ട പിണറായി വിജയൻ എന്ത് ചെയ്യും? ഇവരെ ഇവിടെ ഇറക്കി വിടും. ഇറക്കി വിടാൻ പറ്റും? ഇറക്കി വിടാൻ പറ്റത്തില്ല. മാത്രവുമല്ല ഇറക്കി വേണ്ട, അവരെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടെ വെളി കൂടി തീരുമാനിച്ച തീരുന്ന വിഷയമല്ല ഇത്, അറിയാം. വെളിയിൽ കൂടി തീരുമാനിക്കുകയാണ്. ഇപ്പൊ വൺസ് വഖഫ് ആൾവേസ് വഖഫ്. വഖഫ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. വെളിയിൽ കൂടി ഇപ്പൊ പിണറായി വിജയന്റെ വഖഫിന്റെ ചെയർമാനും പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും PD സതീശനും എല്ലാം കൂടെ കൂടിയിരുന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ അവിടെ താമസിച്ചോട്ടെ, ഇത്ര ഏക്കർ സ്ഥലം ഞങ്ങൾ വേറെ തന്നേക്കാം, തന്നു കഴിഞ്ഞിട്ട് നാളെ ഒരു PFI-കാരൻ കൊണ്ടുവന്ന് വീണ്ടും ഇത് വഖഫ് ഭൂമിയാന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്താൽ ഈ നിയമം അനുസരിച്ച് വീണ്ടും വഖഫ് ക്ലെയിം വരും. അറിയാമോ? വഖഫ് ഭൂമി അങ്ങനെ വെളിയിൽ നിന്ന് ചർച്ച ചെയ്ത് വേറെ ഭൂമി കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിയല്ല. ഈ ഭൂമിയുടെ ക്ലെയിം മാറണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി നിയമം ഭേദഗതി ഉണ്ടാക്കിയേ മതിയാവത്തുള്ളൂ. അതിനകത്തും നിയമ ഭേദഗതി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടില്ല, നിയമം പാസ്സാക്കിയിട്ടില്ല. നിയമം ഇപ്പം വേറെ കേന്ദ്ര ഗവൺമെന്റ് ഇവരെല്ലാം ഈ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസ്സാക്കുന്നത് എങ്ങനെയാണെന്നറിയാം? വഖഫ് നിയമം അപ്പാടെ എടുത്തു കളയൊന്നുമല്ല. വഖഫ് ഭൂമി അല്ലാത്ത ഭൂമിയെ കയ്യേറാൻ വേണ്ടി ഈ അധികാരം ഉപയോഗിച്ച് ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. അല്ലാതെ വഖഫിന് അർഹതപ്പെട്ട ഭൂമി ഉണ്ടെങ്കിൽ അത് വഖഫിന്റെ ഭാഗമായിട്ട് തന്നെ ഇരിക്കുന്ന നിയമം തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ ഉരുത്തിരിച്ചുകൊണ്ട് വരുന്നത്. അതായത് ഇപ്പൊ വഖഫിന്റെ ഭൂമി എന്നാലും പിന്നെ പ്രശ്നമാണല്ലോ. ഇത് വഖഫിന്റെ ഭൂമിയാണെന്ന് തെളിയുന്ന ഒരവസ്ഥ വന്നാൽ അത് മുനമ്പത്തുകാരോട് ഒഴിഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറയുന്ന അവരെ പറ്റിച്ചത് മുസ്ലിങ്ങൾ തന്നെ, ഫറൂഖ് കോളേജല്ലേ പറ്റിക്കുന്നത്.
അതെ. മുസ്ലിങ്ങളാ. അപ്പം അത് ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഇന്ന് ഒരു മതപണ്ഡിതൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് വളരെ ചുരുങ്ങിയ പൈസ കൊടുത്ത് റോസിന് മേടിച്ച് അവിടെ താമസിച്ച ഒരു സംവിധാനം ഉണ്ടായിരിക്കും. അന്ന് ശരിയായ വില കൊടുത്ത് മേടിച്ചതല്ല. അപ്പൊ ആരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അന്വേഷണത്തിന് ശേഷമേ പറയാനൊക്കത്തുള്ളൂ. വളരെ പുറകോട്ടുള്ള കാര്യം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ നിൽക്കുന്നത്, ഈ വഖഫ് വിഷയത്തിൽ നിലപാട് എടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് നിലപാടെടുക്കുന്നതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് ആർക്കും പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലെന്നാണ് നമ്മൾ പഠിക്കുന്നതും നമ്മുടെ അറിവ് വെച്ചിട്ടുള്ള നിയമം കൊണ്ട് മനസ്സിലാവുന്നതും. അതുകൊണ്ട് ഒരു കാര്യം വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള നട്ടെല്ലുമായിട്ട് നടക്കാതെ കൃത്യമായ നിലപാട് പറഞ്ഞ് പൊതുജനങ്ങൾക്കിടയ്ക്ക് നിന്നാലേ നേതാവായിട്ട് അംഗീകരിക്കാനും നാളെ കാലത്ത് എല്ലാവരുടെയും അംഗീകാരം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സതീഷിന്റെ ഉരുണ്ടുകളിയൊന്നും നടക്കത്തില്ല. ജനങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വഖഫ് എന്ന് പറയുന്ന ഭൂമിയുടെ കൃത്യമായ തീരുമാനം ഉണ്ടാവണമെങ്കിൽ അതിന് നിയമപരിരക്ഷ തന്നെ ഉണ്ടാവണം.